മണ്ഡലകാലത്ത് ദർശനത്തിന് പ്രതിദിനം ഹൈക്കോടതി അനുവദിച്ചത് 90,000 തീർത്ഥാടകരെ. ഇന്നലെ സന്നിധാനത്തെത്തിയത് 1,07,000 ഭക്തർ. ഇതോടെ നിയന്ത്രണമാകെ പാളി. മരക്കൂട്ടത്ത് ക്യൂ നീണ്ടത് 15 മുതൽ 20 മണിക്കൂർ വരെ. വെള്ളവും ഭക്ഷണവുമില്ലാതെ സ്ത്രീകളും കുട്ടികളും വലഞ്ഞു. ഒരു പോലീസുകാർ കൺട്രോൾ ചെയ്യാനില്ല. ഞങ്ങൾ ഭയങ്കര ഇതിലാണ് നിൽക്കുന്നത്. എത്ര ആളെ മരിക്കാന്നും കൂടി അറിയില്ല. ആ കണ്ടീഷനിലാണ്. എന്തെങ്കിലും സംഭവിക്കുന്നുള്ളൊരു ഉറപ്പ് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് കുട്ടികൾ അതിലുണ്ട്, ഒരുപാട് പേർക്ക് ശ്വാസം ഭയങ്കര പ്രശ്നമായിട്ട്. കുടിക്കാൻ വെള്ളമില്ല, ഒരു പ്രോപ്പർ ക്യൂ മാനേജ്മെന്റ് ഇല്ല, പോലീസ് ഇല്ല. इतने पानी पीने के लायक नहीं है और कोई मैनेजमेंट के लिए अंदर नहीं है. ये भी टूट गया. ഇന്നലെ രാത്രി 12 മണി മുതൽ ഇവിടെ നിൽക്കുകയാണ്. ഒരു പോലീസുകാരില്ല, ആയിരക്കണക്കിന് ജനങ്ങളാണ്. അവരെ കുട്ടികൾ എത്ര ഉണ്ട് പോയി നോക്കോ. പോലീസിനെ വെട്ടിച്ച ചിലർ സഞ്ചാരപാത ഒഴിവാക്കി കാട്ടിലൂടെ മല കയറി. തമിഴ്നാട്ടിൽ നിന്നെത്തിയ ഭക്തന്റെ മകനെ കാണാതായി. அங்கிருந்து இந்த மாதிரி இந்த பைப்பில் வாடா, நான் அந்த ரோப்புக்கு நாண்ட ரொம்ப நெரிச்சலாகுது. ரோப்புக்கு நாண்ட வந்தவொடனே உன்னை கூப்பிட்டுருந்தா வாடான்னு ரோப்புக்கு நாண்ட வந்து பார்க்குற ஆளை காணும். நானும் ஒரு உடனே தேடிக்கிறேன். ഫോൺ പോണ എതുക്കുമേ എടുക്കില്ല സാമി. പമ്പയിലും തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് പണിപ്പെടുകയാണ്. നടപ്പന്തൽ നിറഞ്ഞു കവിഞ്ഞു. 70,000 വെർച്വൽ ക്യൂ ബുക്കിംഗിനു പുറമെ തത്സമയ ബുക്കിംഗ് വഴി 20,000 തീർത്ഥാടകർക്ക് ദർശനം അനുവദിച്ചിരുന്നു. എന്നാൽ തത്സമയ ബുക്കിംഗ് സംവിധാനം പാളിയതോടെയാണ് അനിയന്ത്രിതമായി ഭക്തർ സന്നിധാനത്തേക്ക് എത്തിയത്. ഇന്നേക്ക് 2 മാസം മുമ്പ് പമ്പ മണപ്പുറത്ത് നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിലെ പ്രധാന ചർച്ച ശബരിമലയിലെ തിരക്ക് നിയന്ത്രണമായിരുന്നു. എന്നാൽ നട തുറന്ന ആദ്യ ദിവസം തന്നെ അത് അമ്പേ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്.